മാലിദ്വീപിലെ ആ ചെറുതുരുത്തിൽ രണ്ടാമത്തെ പുലരിയും പിറവിയെടുത്തു. കടലിന്റെ മുകളിലൂടെ ഒഴുകി നടന്ന വെളുത്ത മഞ്ഞിൻ കണങ്ങളെ കീറി മുറിച്ചുകൊണ്ട് സൂര്യപ്രകാശം വില്ലയുടെ വലിയ ഗ്ലാസ് ചാലങ്ങളിലേക്ക് വന്നടിച്ചു. ആ മഞ്ഞ വെളിച്ചം മുഖത്ത് തട്ടിയപ്പോഴാണ് അല്ലി പതുക്കെ കണ്ണുകൾ തുറന്നത്. തൊട്ടപ്പുറത്തേക്ക് നോക്കിയപ്പോൾ വലിയ തലയിണകൾക്കപ്പുറം കിടക്ക തികച്ചും ശൂന്യമായിരുന്നു. ആയിഷ നേരത്തെ തന്നെ എഴുന്നേറ്റിരിക്കുന്നു. അല്ലി പതുക്കെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നു. വെള്ളിയുടെ പുറത്തുള്ള ചെറിയ മരപ്പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്ന ആയിഷിനെയാണ് അവൾ കണ്ടത്. കടലിൽ നിന്നും വീശുന്ന ശക്തമായ കാറ്റിൽ അവന്റെ മുടിയിഴകൾ പാറി പറക്കുന്നുണ്ടായിരുന്നു. നീലക്കടലിന്റെ പശ്ചാത്തലത്തിൽ അവന്റെ ആ നിൽപ്പ് ഒരു വലിയ ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ മനോഹരമായി അവൾക്ക് തോന്നി. അവൾ വേഗത്തിൽ ഫ്രഷായി ഒരു ഇളം മഞ്ഞ നിറമുള്ള ചുരിദാറും ധരിച്ച് പുറത്തേക്ക് നടന്നു. മരപ്പാലത്തിലേക്ക് ചുവട് വെച്ചപ്പോൾ തന്നെ കാറ്റിന്റെ തണുപ്പ് അവളുടെ മേനിയിലേക്ക് പടർന്നു. ഇന്ന് വല്ലാത്തൊരു കാറ്റാണല്ലോ ആയിഷ്. അല്ലി അവന്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ആയിഷ് പതുക്കെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്തെ ആ പ്രസരിപ്പ് കണ്ടപ്പോൾ അവന്റെ ചുണ്ടുകളിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. കടലിൽ എപ്പോഴാണ് കാറ്റിന്റെ ഭാവം മാറുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലേ. ഇന്നാണ് നമ്മുടെ ഈ യാത്രയിലെ അവസാനത്തെ പൂർണ്ണമായ ദിവസം. നാളുച്ചയ്ക്ക് നമുക്ക് മടക്കയാത്രയാണ്. സമയം എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത് അല്ലേ? ആയിഷിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അല്ലിയുടെ ഉള്ളിൽ ചെറിയൊരു സങ്കടം വന്നു മൂടി. ശരിയാണ്, നാളെ ഈ സമയത്ത് അവർ മടക്കയാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരിക്കും. വെറും 2 ദിവസം കൊണ്ട് ഈ തുരുത്തും ഈ കടലും ഒപ്പമുള്ള ഈ മനുഷ്യനും തൻ്റെ ജീവിതത്തിൻ്റെ എത്രമാത്രം ഭാഗമായി മാറിയിരിക്കുന്നു. നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ വീണ്ടും പഴയതുപോലെ കോളേജും പുസ്തകങ്ങളുമായി തൻ്റെ പതിവ് ജീവിതം തുടങ്ങണം. അവിടെ വെച്ച് ആയിഷിനെ കാണുമ്പോൾ വീണ്ടും ഒരു അപരിചിതനെ പോലെ മുഖം തിരിച്ച് നടക്കേണ്ടി വരുമോ എന്നോർത്തപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വിങ്ങാൻ തുടങ്ങി. എന്താ അല്ലേ പെട്ടെന്നൊരു മൗനം? നാട്ടിലെ കാര്യങ്ങളോർത്ത് വിഷമിക്കുകയാണോ? ആയിഷ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നമുക്കിന്ന് ആ വലിയ പവിഴപ്പുറ്റുള്ള ഭാഗത്തേക്ക് പോയാലോ? ഇന്നലെ അവിടെ ആളുകൾ പോകുന്നത് കണ്ടിരുന്നു. അല്ല വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു. തീർച്ചയായും പോകാം. രാവിലെ ആഹാരം കഴിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് തിരിക്കാം. ആയിഷ അവളുടെ തോളിൽ പതുക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു. രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം അവർ റിസോർട്ടിന്റെ ചെറിയൊരു വഞ്ചിയിൽ ദ്വീപിന്റെ അങ്ങേയറ്റത്തുള്ള പവിഴപ്പാറകൾ നിറഞ്ഞ ഭാഗത്തേക്ക് പോയി. അവിടെ കടലിന്റെ ആഴം വളരെ കുറവായിരുന്നു. വഞ്ചിയിലിരുന്ന് താഴേക്ക് നോക്കിയാൽ വെള്ളത്തിനടിയിലുള്ള അത്ഭുത ലോകം വ്യക്തമായി കാണാം. പല നിറങ്ങളിലുള്ള പവിഴപ്പുറ്റുകൾ, അവയ്ക്കിടയിലൂടെ ഒളിച്ചും കളിച്ചും നീന്തി നടക്കുന്ന കുഞ്ഞു പരൽമീനുകൾ, കടൽ ചെടികൾ എല്ലാം ഒരു മായാലോകം പോലെ തോന്നിപ്പിച്ചു. അല്ലി വഞ്ചിയുടെ വശങ്ങളിൽ പിടിച്ച് താഴേക്ക് നോക്കി വിസ്മയിക്കുകയായിരുന്നു. ആയുഷ്, അങ്ങോട്ട് നോക്ക്. ആ മഞ്ഞയും കറുപ്പും വരെയുള്ള ആ കുഞ്ഞുമീനെ കണ്ടോ? എന്തൊരു ഭംഗിയാണ് അതിനെ കാണാന്. ഒരു കൊച്ചുകുട്ടിയെ പോലെ കൈകെട്ടി ചിരിച്ചുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത്. ആയിഷ മീനുകളെയല്ല, മറിച്ച് അല്ലിയുടെ ആ മുഖത്തെ സന്തോഷത്തെയാണ് നോക്കിക്കണ്ടിരുന്നത്. അവളുടെ വലിയ കണ്ണുകളിൽ വിരിയുന്ന ആ ആനന്ദം കാണുമ്പോൾ അവൻ്റെ ഉള്ളിലും വല്ലാത്തൊരു കുളിർമ പടരുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും ബിസിനസ്സും ലാഭനഷ്ടങ്ങളും മാത്രം ചിന്തിച്ചിരുന്ന തനിക്ക് ഈ കുഞ്ഞു കാര്യങ്ങളിൽ ഇത്രയധികം സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അല്ലിയുടെ സാന്നിധ്യം തൻ്റെ കല്ല് പോലെയുള്ള മനസ്സിനെ പതുക്കെ മാറ്റിമറിക്കുകയാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ് അവർ ദ്വീപിൻ്റെ ഉൾഭാഗത്തുള്ള ജനവാസമില്ലാത്ത ഒരു വലിയ കാട്ടുപ്രദേശത്തേക്ക് നടക്കാൻ പോയി. ഉയരമുള്ള തെങ്ങുകളും പേരറിയാത്ത കാട്ടുചെടികളും നിറഞ്ഞ ഒരു വഴിയിലൂടെയായിരുന്നു അവരുടെ നടത്തം. കാറ്റിൻ്റെ മർമ്മരവും പക്ഷികളുടെ ചിലപ്പുമല്ലാതെ അവിടെ മറ്റൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. അവർ നടക്കുന്നതിനിടയിൽ അല്ലിയുടെ കാലിൽ ചെറിയൊരു മുള്ളു തറച്ചു. അവൾ അമ്മേ എന്ന് വിളിച്ച് വേദനയോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരച്ചുവട്ടിലേക്കിരുന്നു. ആയിഷ പരിഭ്രാന്തിയോടെ അവളുടെ അരികിലേക്കിരുന്നു.
എന്തു പറ്റിയല്ലേ? എവിടെയാ കൊണ്ടത്? കാലിൻ്റെ അടിയിൽ എന്തോ കടുത്ത വലിപ്പമുള്ള മുള്ളു തറച്ചതുപോലെ തോന്നുന്നു ആയുഷ്. അല്ലാതെ വേദനിക്കുന്നു എനിക്ക്. അവൾ കണ്ണുകൾ അല്പം അടച്ചുകൊണ്ട് പറഞ്ഞു. ആയുഷ് ഒട്ടും മടിക്കാതെ അവളുടെ പാദം തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. അല്ലൊരു നിമിഷം നെട്ടി അവളുടെ കാൽ പതുക്കെ പിൻവലിക്കാൻ നോക്കിയെങ്കിലും ആയുഷ് അത് ബലമായി തന്നെ പിടിച്ചു. അവൻ വളരെ പതുക്കെ അവളുടെ ചെരുപ്പ് അഴിച്ചു മാറ്റി. കാലിൻ്റെ അടിയിൽ ചെറിയൊരു കാട്ടുമുള്ള തറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ചെറിയൊരു മുള്ളാണല്ലേ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, ഞാൻ ഇപ്പം എടുക്കാം. വേദനിച്ച എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചോളൂ, ആയുഷ് വളരെ സൗമ്യമായി പറഞ്ഞു. അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് ആ മുള്ള് പതുക്കെ പുറത്തെടുത്തു. ആ സമയത്ത് വേദന കൊണ്ട് അല്ലി അറിയാതെ ആയുഷിൻ്റെ തോളിൽ തൻ്റെ കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു. അവളുടെ ശ്വാസം അവൻ്റെ കഴുത്തിൽ വന്ന് തട്ടുന്നുണ്ടായിരുന്നു. മുള്ളു പുറത്തു വന്നതും ആയുഷ് അവളുടെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ ആ നിമിഷത്തിൽ പരസ്പരം കോർത്തുപോയി. വായുവിൽ ഒരു വലിയ നിശബ്ദത പടർന്നു. ആ നിമിഷത്തിൽ അവർക്കിടയിൽ വാക്കുകൾ ആവശ്യമില്ലായിരുന്നു. ആയുഷിൻ്റെ കൈകളിൽ കിടക്കുന്ന തൻ്റെ പാദവും അവൻ്റെ കണ്ണുകളിലെ ആ ആഴമേറിയ നോട്ടവും അല്ലിയുടെ ഉള്ളിൽ ഒരു പുതിയ വികാരം ഉണർത്തുകയായിരുന്നു. അത് വെറുമൊരു സൗഹൃദമല്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ വേദന കുറവുണ്ടോ അല്ലി? ആയുഷ് പതുക്കെ ചോദിച്ചുകൊണ്ട് അവളുടെ കാൽ താഴെ വെച്ചു. കുറവുണ്ട്, താങ്ക്സ് ആയുഷ്. അല്ലി മുഖം പതുക്കെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കവിളുകൾ ആ സമയത്ത് നാണം കൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു. അവർ പതുക്കെ എഴുന്നേറ്റ് വില്ലയിലേക്ക് തിരികെ നടന്നു. വഴിയിലുടനീളം അവർക്കിടയിൽ വലിയൊരു മൗനമുണ്ടായിരുന്നു. പക്ഷേ ആ മൗനത്തിന് ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ ഒരേ ചിന്തകൾ മാത്രമായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. വൈകുന്നേരമായപ്പോൾ അവർ തങ്ങളുടെ വില്ലയുടെ പുറത്തുള്ള വലിയ ബാൽക്കണിയിൽ വന്നിരുന്നു. സൂര്യൻ പതുക്കെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന കാഴ്ച. ആകാശമാകെ പർപ്പിളും ഓറഞ്ചും നിറങ്ങൾ കലർന്ന് വല്ലാത്തൊരു ഭംഗിയിൽ തിളങ്ങി നിന്നു. കടൽക്കാറ്റ് പതുക്കെ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയിരുന്നു. അലി, നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ആയുഷ് ദൂരേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ ചോദിച്ചു. എന്ത് കാര്യം ആയുഷ്? നമ്മൾ നാട്ടിൽ വെച്ച് പരസ്പരം കാണുമ്പോൾ സംസാരിക്കാറേ ഇല്ലായിരുന്നോ? നിഖിലിൻ്റെയും മാനുടെയും വിവാഹം ഉറപ്പിച്ചത് മുതൽ നമ്മൾ എത്രയോ തവണ കണ്ടുമുട്ടി. പക്ഷെ അന്നൊന്നും എനിക്ക് നിന്റെ ഉള്ളിലെ ഈ മനോഹരമായ മനസ്സ് കാണാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ഈ യാത്ര നമ്മുടെ ജീവിതത്തിൽ വിധി മനഃപൂർവ്വം തന്ന ഒന്നായിരിക്കാം. നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിൽ അടുത്തറിയാൻ കഴിഞ്ഞതാണ് ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലാഭം. ആയുഷ് തൻ്റെ ഉള്ളിലെ പ്രണയം പൂർണ്ണമായ ആത്മാർത്ഥതയോടെ തുറന്നു പറയുകയായിരുന്നു. ആയുഷിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അല്ലിയുടെ കണ്ണുകൾ പതുക്കെ നിറഞ്ഞു വന്നു. അവൾ ആകാശത്തേക്ക് നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. എനിക്കും അങ്ങനെ തന്നെയാണ് ആയുഷ്. ജീവിതം എപ്പോഴും ഗൗരവത്തോടെ മാത്രം കണ്ടിരുന്ന എനിക്ക് പ്രകൃതിയെയും ജീവിതത്തെയും പ്രണയിക്കാൻ പഠിപ്പിച്ചത് ഈ 2 ദിവസത്തെ നിന്റെ സാന്നിധ്യമാണ്. നാട്ടിലേക്ക് തിരിച്ചു പോയാലും എനിക്ക് ഈ നിമിഷങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവർ രണ്ടുപേരും പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചെങ്കിലും അവരുടെ മനസ്സുകൾ ആ നിമിഷത്തിൽ അത്രമേൽ ശക്തമായി ഒന്നിച്ചു കഴിഞ്ഞിരുന്നു. ആ തുരുത്തിലെ അവസാനത്തെ രാത്രി അവരെ കാത്തിരിക്കുകയായിരുന്നു. വരാൻ പോകുന്ന നാളുകളിൽ നാട്ടിൽ വെച്ച് തങ്ങളുടെ ഈ പുതിയ പ്രണയം എങ്ങനെ വീട്ടുകാരോട് പറയണമെന്ന ചിന്തയോടെ ആ ആഴക്കടലിൻ്റെ മനോഹരമായ സംഗീതം ആസ്വദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അന്ന് രാത്രിയും ആ വില്ലയിലെ വലിയ കിടക്കയിൽ ഇരുവശങ്ങളിലായി ഉറക്കത്തിലേക്ക് വീണു. ഇത് നമ്മുടെ സ്റ്റോറിയുടെ 5ാമത്തെ പാർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്